ഇരിങ്ങാലക്കുട കാര്യകുളങ്ങര നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപം. ക്ഷേത്ര മേൽശാന്തിയാണ് ഇങ്ങനെ അധിക്ഷേപിച്ചത്. ക്ഷേത്ര ഭരണസമിതിയിൽ ഉൾപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീയാണ് പൂണൂലിട്ട പുലയൻ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചെന്ന് ക്ഷേത്രം മുൻ മേൽശാന്തി ബി സത്യനാരായണൻ പറയുന്നു. നായർ സർവീസ് സൊസൈറ്റിയിൽ ഇല്ലാത്ത മറ്റ് സമുദായക്കാരായ ഭക്തർ ഇപ്പോഴും ഈ ക്ഷേത്രത്തിൽ ജാതി വിവേചനം നേരിടുന്നുവെന്നും സത്യനാരായണൻ പറയുന്നു. ഈ ക്ഷേത്രത്തിൽ ഇദ്ദേഹം ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 4-5 കൊല്ലമായി. അന്നു മുതലേ ഇത്തരം അധിക്ഷേപം കേൾക്കുന്നുണ്ട്. താൻ കറുത്തുപോയി എന്നതിനാണ് അവർ ഇങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ ഒരാൾ എന്നോട് സംസാരിക്കുന്നത് എനിക്ക് തീരെ യോജിപ്പില്ലാത്ത കാര്യമാണെന്നാണ് സത്യനാരായണൻ പറയുന്നത്. ഇതര സമുദായക്കാരായ ഹൈന്ദവർക്കും ക്ഷേത്രത്തിൽ ജാതിവിലക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈഴവ സമുദായത്തിൽപ്പെട്ട വ്യക്തികളെ അന്നദാന പന്തലിൽ നിന്നും എഴുന്നേൽപ്പിച്ച് വിട്ടിരുന്നു. എന്നാൽ ഇവരുടെ പണം മേടിക്കാൻ അമ്പല കമ്മിറ്റിക്ക് ഒരു തടസ്സവുമില്ല, യാതൊരു ഉളുപ്പുമില്ല. ഇവിടെ ഉത്സവകാലങ്ങളിൽ കലാപരിപാടികൾ നടത്തുമ്പോൾ ആളുകളെ ജാതി തിരിച്ച് മാറ്റി നിർത്തുന്ന പതിവും ഉണ്ടായിരുന്നു. ബീന കൃഷ്ണകുമാർ എന്ന നായർ സർവീസ് സൊസൈറ്റി അംഗമായി സ്ത്രീക്കെതിരെ KPMS പരാതി നൽകിയിട്ടുണ്ട്. വ്യക്തിപരമായി സത്യനാരായണനും പോലീസിൽ പരാതി നൽകും. നേരത്തെ ഇരിങ്ങാലക്കുടയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകക്കാരന് ജാതി വിവേചനം നേരിട്ടതിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരുന്നു. ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴി നിയമിച്ച ഈഴവ സമുദായത്തിൽപ്പെട്ട ബാലുവിനെയാണ് തന്ത്രി വാര്യർ സമാജം എതിർപ്പിനെ തുടർന്ന് ഓഫീസിലേക്ക് മാറ്റിയത്. ഇയാളെ മാറ്റാൻ ക്ഷേത്രത്തിലെ 6 തന്ത്രിമാർ ദേവസ്വത്തിന് കത്ത് നൽകിയിരുന്നു. ദളിതർക്കെതിരെ അധിക്ഷേപം, അവഗണന എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പണ്ടായിരുന്നു, അല്ലോ ഇപ്പോൾ അതൊന്നും ഇല്ല എന്ന് പറയുന്നവർ ഇതൊക്കെ കണ്ടിരിക്കണം, കേട്ടിരിക്കണം. ഈ സംഭവത്തിൽ ഒരു ബ്രാഹ്മണനെ തന്നെയാണ് ദളിത് ജാതിയുടെ പേര് പറഞ്ഞ് അപമാനിച്ചിരിക്കുന്നത്. അത് അയാളുടെ നിറത്തിൻ്റെ പേരിലാണ്. കറുപ്പ് നിറത്തിൻ്റെ പേരിൽ ഒരു നമ്പൂതിരിയെ അപമാനിക്കുന്ന ഇത്തരം നായന്മാർ ദളിതരോട് എങ്ങനെയാവും പെരുമാറുക? വേടനെ എതിർക്കാൻ മുന്നിൽ നിന്ന സംഘികൾ ഇത് കണ്ടു കാണില്ല. നമ്പൂതിരിയെ നായർ അപമാനിക്കുന്ന മനോഹരമായ കാഴ്ച. സവർണർ ദളിതരെ അധിക്ഷേപിക്കുന്നു എന്ന് കേട്ടാൽ ബ്രാഹ്മണർ അല്ലെങ്കിൽ നമ്പൂതിരിമാർ ദളിത് സമുദായത്തിലുള്ളവർക്കെതിരെ ചെയ്യുന്നതാണെന്നാണ് നമ്മുടെ പൊതുവായ ധാരണ. എന്നാൽ ഇത്തരം വർണ്ണവെറി കൂടുതൽ ഉള്ളത് ക്ഷത്രിയർക്കോ ബ്രാഹ്മണർക്കോ അല്ല, അത് ശൂദ്രന്മാർക്കാണ്. അവർക്ക് നമ്പൂതിരിമാരുടെ ദാസ്യപ്പണി ചെയ്യാൻ വലിയ ഇഷ്ടവുമാണ്. പക്ഷേ ആ നമ്പൂതിരി വെളുത്ത ആളായിരിക്കണം. അയാളുടെ നിറം കറുപ്പാണെങ്കിൽ അവർ അയാളെ തിരുമേനി എന്നതിന് പകരം കറുത്ത പുലയൻ എന്ന് വിളിക്കും. നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ ദളിതർ സഹതാപം പിടിച്ചു പറ്റുന്നു എന്നൊക്കെ കരയുന്ന കുറേ ആളുകളുണ്ട്. നമ്മുടെ കേരളത്തിൽ നിറത്തിനും ജാതിക്കും ഇപ്പോഴും അയിത്തമുണ്ടെന്ന സത്യം അവർ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാതെ നീ തമ്പുരാനാണെങ്കിൽ ഒരു മലരുമില്ല എന്ന് ഉറക്കെ പാടിയ ഒരുത്തനെ തെറി വിളിച്ച് ഒതുക്കാനല്ല ശ്രമിക്കേണ്ടത്. ഇവിടെ ജാതീയത ഉണ്ട്, വർണ്ണവെറിയുണ്ട്. എന്നാൽ അതിനെതിരെ ശബ്ദം ഉയർത്താനും ഇവിടെ ആളുകളുണ്ട്. അവരെ നിശബ്ദരാക്കാൻ NSSൻ്റെയോ മൊത്തം ശൂദ്ര സമുദായത്തിൻ്റെയോ കരുത്ത് പോരാതെ വരും. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, കേരളത്തെ പഴയ ഭ്രാന്താലയമാക്കാൻ നടക്കുന്നത് ബ്രാഹ്മണരല്ല, അത് ശൂദ്രരാണ്.